ഹലോ ഗൈസ്, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് നാളായി നമ്മൾ വീഡിയോ ഇട്ടിട്ട്. ഒരുപാട് നാളായി നമ്മളിന്ന് ബസൂക്ക വെച്ചിട്ട് ജസ്റ്റ് ഒരു വീഡിയോ, ബസൂക്കയുടെ ഒരു റിവ്യൂ ജസ്റ്റ് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. സോ റിവ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഭിപ്രായമാണ്, നമ്മുടെ ഞങ്ങളെ രണ്ടുപേരെ ഒപ്പീനിയൻ അതാണ് നമ്മൾ പറയുന്നത്. അല്ല നമ്മൾ സിനിമയെ കീറി മുറിക്കാനൊന്നും നമുക്ക് അതിനുള്ള ഇതൊന്നും ഇല്ല. അതിന്റെ അഭിപ്രായം നമ്മൾ പറയുന്നത് അത്രേ ഉള്ളൂ. ഇന്ന് സിനിമ കാണാൻ പോയി. FDFS ആണ് കണ്ട ഫസ്റ്റ് ഡേ ഷോ. തിയേറ്റർ ഫുൾ ആയിരുന്നു. ഒരുപാട് സന്തോഷം. FDFS ഒക്കെ ഇത്ര ആൾക്കാർ ആയിട്ട് പോലും ഫാമിലീസ് ഉണ്ടായിരുന്നു, ആൾക്കാർ ഹൗസ്ഫുൾ തന്നെയായിരുന്നു. വെക്കേഷൻ ആണ് എന്നാലും പക്ഷേ പിള്ളേരെല്ലാം എല്ലാവരും ഉണ്ടായിരുന്നു. FDFS കാണാൻ ഇത്ര ആൾക്കാർ ഞാൻ അത്ര വിചാരിച്ചിട്ടില്ല. കാരണം കണ്ണൂർ സ്കോഡിന് പോലും ഇത്ര ശരിയായിരുന്നു. ഞാനും FDFS, അതും പ്രൊമോഷൻ ഇല്ല, ഒന്നുമില്ലാതെ. അപ്പം തുടക്കം പറയുവാണെങ്കിൽ ഒരു മലയാള സിനിമയിൽ ഒരു ഫ്രഷ് ജോണർ, അതായത് ഗെയിം ത്രില്ലർ എന്ന് വേണമെങ്കിൽ നമ്മൾ കാണാത്ത രീതിയിൽ കൂടി സോൾവ് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഒരുമാതിരി നമ്മളെല്ലാം പോലീസുകാർ വന്നിട്ട് ആ തെളിവ് കണ്ടി അതൊന്നുമല്ല. പിന്നെ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് പല പടങ്ങളും മൈൻഡിൽ കൂടെ വന്നാൽ പോലും പക്ഷെ ലാസ്റ്റ് എൻറ്റയറലായിട്ട് ചേഞ്ച് ആവുന്നത് അത് അവര് മമ്മൂട്ടിയുടെ ഒരു കഴിവാണ് ഈ സെലക്ഷനിലെ. എന്റെ എങ്ങനെ പറ്റുന്നടാ, ഞാൻ ആ തിയേറ്ററിൽ ഇരുന്ന് എനിക്ക് ഭയങ്കരമായിട്ട് എനിക്കെങ്ങും എന്താ പറയാ, എന്തുവാ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അടുത്തിറങ്ങിയാൽ നമുക്ക് തന്നെ അറിയാലോ, കാതല്, ഭ്രമയുഗം, ഇതൊക്കെ കാണുമ്പോൾ തന്നെ അറിയാലോ പുള്ളിയുടെ റേഞ്ച് എങ്ങോട്ടാണ്. കോമൺ സംഭവമാണ്. ഞാൻ ഫസ്റ്റ് ഹാഫ് ഞാൻ വിചാരിച്ചു മമ്മൂക്കല്ലേ ഒരു ഇങ്ങനെ ഗുമ്മില്ലെന്ന്, പക്ഷെ ഉണ്ടല്ലോ സെക്കൻഡ് ഹാഫിൽ ഒരു ലാസ്റ്റത്തെ ഒരു സോൾവ്നെസ് ഉണ്ട്, ഈ സ്റ്റോറിയുടെ സോൾവ്. എന്റെ മോനെ അന്നേരം ഒരു വെള്ളയിട്ട് വരും. നമ്മൾ ഭീഷ്മപർവത്തിനകത്ത് മറ്റേ കണ്ണാടി എടുത്ത് താത്ത വെച്ച് നടക്കുന്നൊരു വാക്കില്ലേ, അതേ കണക്ക് ഇതിനകത്ത് ഒരു സാധനമുണ്ട്. പക്ഷെ മ്യൂസിക് അടിപൊളിയായിട്ട്, സ്കോറിന് ഒരു കുറവും ഒരു രക്ഷയില്ലാത്ത രീതി. അതായത് നമുക്ക് ഡയലോഗ് പറയുമ്പോൾ മാത്രമേ ഉള്ളൂ ബാക്ക്ഗ്രൗണ്ട് സ്കോർ, ബാക്കി എല്ലാ സമയവും ഡയലോഗ്, അതായത് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂട്ടിനെ കാട്ടിയും കൂടുതൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഉള്ളത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിനാണ്. പിന്നെ എനിക്ക് നല്ല സാധനം, അലമ്പ് സാധനമൊന്നുമല്ല. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഫസ്റ്റ് സീൻ, അതായത് ഗൗതം മേനോന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ട്. എൻ്റെ മോനെ ആ ഒരു ഷോട്ട്, അതായത് നമ്മൾ ഈ പേന കൊണ്ട് നമ്മൾ പേപ്പറിൽ വരയ്ക്കുമ്പോൾ ഒരു സൗണ്ട് പോലും അത്ര, അതായത് നമുക്ക് ആ ഫ്രെയിം മൂവ്മെന്റ്സുകളായാലും പുള്ളിയുടെ ഒരു വാക്കുണ്ട്, ആ ബ്ലാക്ക് ഷർട്ട് ഇട്ട് ഒരു വാക്കുണ്ട്. എൻ്റെ മോനെ ഇജാതി സാധനമാണത്. അതാ ഡയറക്ഷന്റെ അത് പക്ഷെ പുള്ളിയുടെ ഫസ്റ്റ് മൂവിയും കൂടെ ആണ്, പക്ഷെ അടിപൊളിയായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. മമ്മൂട്ടി അതേ കണക്ക് നിന്ന്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഫിഡൻസ് പരിപാടിയുണ്ട്. പിന്നെ മമ്മൂക്ക എന്ന് പറയുന്ന നടനെ കുറിച്ച് നമുക്ക് ഒന്നും പറയാൻ, ഒരുപാട് പുതിയ ക്യാരക്ടറിലേക്ക് എനിക്കറിയാം എങ്ങോട്ടായിരിക്കും പുള്ളിയുടെ പോക്ക്. ഒരു കോമൺ മാനെ കണക്കല്ല എല്ലാ സിനിമയിലും. പക്ഷെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് കുറച്ചും കൂടെ റിയാലിറ്റി ആയിട്ട്, അതായത് ഒരിക്കലും നമുക്ക് മമ്മൂട്ടി എന്നുള്ളൊരു നടനെ കാണാൻ പറ്റത്തില്ല. പുള്ളിയുടെ ഒരു പടത്തിനകത്ത് പുള്ളിയെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ ക്യാരക്ടർ അത് കിട്ടില്ലതായിട്ട്. പിന്നെ ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മളെ സൂപ്പർ മാരിയോ അതിനെ കുറിച്ച് വലിയ അറിവുകളൊന്നുമില്ല. എന്നാ പൊടി എന്നാലും ഒരു ഗെയിം ത്രില്ലർ മലയാള ഇൻഡസ്ട്രിയിൽ എഴുതി വെക്കാൻ പറ്റുന്ന ഒരു എല്ലാ പോലീസുകാരൊന്നും തെളിവുണ്ടാക്കുന്ന കണക്കല്ല, ഇത് ഗെയിമിലൂടെ സോൾവ് ചെയ്യുന്ന ഒരു ഗെയിമാണ്. ശരി, ഗെയിമല്ല, ഒരു ഗെയിം ത്രില്ലറാണ്. പക്ഷെ പറയാമല്ലോ, അതായത് നമുക്കൊരു ലാഗ് തോന്നിക്കുന്നെങ്കിൽ കൂടി പറയുന്നെങ്കിൽ പോലും, അതായത് നമുക്ക് ഒരു കുറച്ച് സീൻ അങ്ങനെ മൂവകഥ വന്നാലും അടുത്ത സീനി എലിവേറ്റഡ് ആവും. ഇത് അങ്ങനെ ആ ഒരു രീതിയിൽ പോകുന്നോണ്ടാണ് ഈ ഒരു സിനിമയ്ക്ക് അത്ര ഗ്രാഫ് പറയുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ. അതായത് ഒരു കയറ്റത്തിന് ഒരു ഇറക്കം, നമുക്ക് എക്സ്ട്രാ ഓർഡിനറി എന്നും പറയാൻ പറ്റില്ല, ആവറേജ് എന്നും പറയാൻ പറ്റില്ല. ഇതിന് രണ്ടും ഇടയ്ക്ക് കിടക്കുന്ന ഒരു എബവ് ആവറേജ് ആ ഒരു മൂവി ആയിട്ട് പറയാം. ഡെഫിനറ്റ്ലി തിയേറ്ററിൽ പോയി കാണുന്നതിന് കാശൊന്നും പോകത്തില്ല. പിന്നെ ഞങ്ങൾ പറയുന്നില്ല, അതായത് മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച് എന്നുള്ളൊരു സാധനം ഞാൻ എടുത്ത് മാറ്റുവാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെയൊക്കെയുള്ള മിസ്റ്റേക്സ് അല്ലെങ്കിൽ ഇച്ചിരി ഒന്നൊരു മടുപ്പ് തോന്നും. ഫസ്റ്റ് ഹാഫില് ഇന്റർവൽ ബ്ലോക്ക് ഒക്കെ ആയപ്പോഴത്തേക്കും തന്നെ ഞങ്ങൾ രണ്ടുപേരും ഇത് നമുക്ക് ഞാൻ സോൾവ് ചെയ്തില്ലേ. ഞാൻ സെക്കൻഡ് ഹാഫിൽ പകുതിയൊക്കെ ഞാൻ പറഞ്ഞല്ലേ അറിയാം ഇത് ഇതാണ് എന്നുള്ളൊരു സാധനം ഞാൻ പറഞ്ഞു. പിന്നെ എല്ലാം ഡെവലപ്മെന്റ് ആയി വരണ്ടേ. ഇതിപ്പോ ഫസ്റ്റ് ഹാഫിൽ ഇപ്പൊ ഡെവലപ്മെന്റ് ആയി വന്നാൽ, പക്ഷെ ഒരു നറേഷൻ, അതായത് ഒരു ബസ്സിലെ നറേഷൻ, ഫസ്റ്റ് ഹാഫ് അങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ തന്നെ അയ്യോ ബസ്സിലെ നറേഷൻ കേൾക്കാനാണോ, ആ ഒരു ചിന്താഗതിയിൽ നിന്ന് പെട്ടെന്ന് സെക്കൻഡ് ഹാഫിൽ ഒരു സ്വിച്ചിങ് ഉണ്ട്.
പിന്നെ വിൻറ്റേജ് കാർസിന്റെ കളക്ഷൻസ് എന്തുവാ അതും ഒരുപാട് കാസുകൾ വന്നില്ലേ. പിന്നെ അത് കണക്ക് തന്നെ നണ്ണിന്റെ ക്യാരക്ടർ കൊണ്ടുവന്നത് അതെനിക്ക് ഭയങ്കര റെഫറൻസും കാര്യങ്ങളൊക്കെ അവർ കൊണ്ടുവന്നു. എനിക്ക് ഫസ്റ്റിൽ എനിക്ക് ആ എയർപോർട്ട് സീനിൽ നണ്ണിന്റെ ആ ഒരു വേഷം ഇട്ട് വന്ന ആ ഒരു അടിപൊളി ഒരു ഫ്രെയിമിങ് ആയിരുന്നു. ആ ഒരു വാക്കിംഗ് ഉണ്ട്, അതായത് കസ്റ്റമർ ഓഫീസേഴ്സിനെയും ഇതും എല്ലാം കൂടെ വെച്ചിട്ട് ഒരു ഷോട്ട് ഉണ്ട് നടന്നു വരുന്നത്. അതൊക്കെ അടിപൊളി ഷോട്ടുകളായിരുന്നു. അപ്പം എനിക്ക് ഇത്രയൊക്കെ പറയാൻ കഴിഞ്ഞാൽ കൊള്ളാം, കുഴപ്പമൊന്നുമില്ല. എന്തൊക്കെ ചെറിയ ചെറിയ പോരായ്മകളേ ഉള്ളൂ. അല്ലല്ല ഞാനൊരു 8 കൊടുക്കും. കാരണം ബാക്ക് ആവും, അതാണ് അത്രേ ഉള്ളൂ. പിന്നെ കാണുക, കണ്ടു കഴിഞ്ഞാൽ വെറുത്താണ് എന്നൊക്കെ പറയാൻ പറ്റില്ല. മസ്റ്റ് തിയേറ്ററിക്കൽ വാച്ച്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോയി എന്തായാലും സിനിമ അങ്ങനൊന്നും വിചാരിക്കരുത്. അത് മമ്മൂക്കയുടെ പടങ്ങൾ നമുക്ക് ഒരിക്കലും തോന്നത്തില്ല. 100% സാറ്റിസ്ഫാക്ഷൻ. അതെ, അത്രേ ഉള്ളൂ. അപ്പം എന്നെ പരിചയപ്പെടുത്തിയില്ലടാ, പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഓൾറെഡി സൈറൺ അടിച്ചു നോക്കിയാലേ കിട്ടത്തുള്ളൂ. അപ്പം അഫ്സൽ മസർ, ഫൈസൽ റാസി, ഓക്കെ, സൈനിങ് ഓഫ്. അപ്പം അടുത്ത വീഡിയോകൾ ഇനിയും തുടർച്ചയായി വരുന്നതായിരിക്കും. ഇനി നമുക്ക് ഞങ്ങൾ ഇന്ന് തന്നെ 4 പടങ്ങൾ റിലീസാണ്. ഞങ്ങൾ ഇവന്റെ ഒരു എക്സാംസിന്റെ പ്രശ്നങ്ങൾ കാരണമാണ്. ഇല്ലായിരുന്നെങ്കിൽ ഞാനിപ്പം ആലപ്പുഴ ജിങ്കാന കണ്ടുവന്നിട്ട് ഞങ്ങളെ ചാനലിൽ സാധനം വരും കേട്ടോ. ചെറിയൊരു പ്രൊമോഷൻ. പിന്നെ ഗുഡ് ബാഡ് അഗ്ലി, പിന്നെ മരണമാസ്, അത്യാവശ്യം റെസ്പോൺസുകളൊക്കെ വരുന്നുണ്ട്. 4 പടവും അടിപൊളി പടമാവട്ടെ. അത് 3 പടം, ബാക്കിയുള്ള 3 പടങ്ങളും അടിപൊളി പടമാവട്ടെ. നമുക്ക് കാണാൻ പോകുന്നുണ്ട്. അല്ല, നമ്മള് കൊള്ളാമെങ്കിലും കൊള്ളത്തില്ലെങ്കിലും എല്ലാം തിയേറ്ററിൽ തന്നെ ആണല്ലോ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ. ശരിയല്ലേ? ഇല്ലല്ല, എന്നെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ സിനിമ, അതായത് തിയേറ്ററാണ് എൻ്റെ ക്ലാസ് റൂം. ആൻഡ് അതൊക്കെ അത്രേ ഉള്ളൂ. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് സമയത്തിന് വാല്യൂ ആണ്. അങ്ങനെ പടത്തിന് അങ്ങനെ നമ്മളെ സമയം കൊണ്ട് കളഞ്ഞിട്ടില്ല. അതായത് ഉറപ്പായിട്ടും കൊള്ളാം. അതായത് അയ്യേ എന്നുള്ളൊരു ടോൺ വന്നിട്ടില്ല. ആ ഒരു എന്തായാലും ഒരു 2.5 മണിക്കൂർ. പക്ഷെ അത്രയും വേണ്ടായിരുന്നില്ലേ? അതാ പറഞ്ഞത്, എന്തൊക്കെ പോരായ്മകളുണ്ട്, കുറച്ചൊക്കെ പോരായ്മകളുണ്ട്. എവിടേക്കൊക്കെയോ അതാ പറഞ്ഞത്. പക്ഷെ അടിപൊളിയായിരുന്നു. അപ്പം ഇത്രേ ഉള്ളൂ. ശരി, ഞങ്ങൾ കാണാം, ഇറങ്ങുന്നതാണ്. സൈനിങ് ഓഫ്, ബൈ ബൈ, സ്റ്റേ ട്യൂണിങ്. അതും കൂടെ പറഞ്ഞാൽ ഇരിക്കട്ടെ എല്ലാം കൂടെ. പിന്നെ സബ്സ്ക്രൈബ്, കുറെ നാൾക്ക് ശേഷം നിങ്ങൾ ഞങ്ങളെ വീണ്ടും കാണുന്നതുകൊണ്ട് തന്നെ സബ്സ്ക്രൈബ്, ബെല്ലൈക്കൺ, ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമന്റ്. ഇത്രയും പോലെ എന്റെ വക കുറച്ച് പ്രൊമോഷൻ ഇരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.